ഞാൻ കടയിൽ പോയിട്ട് വൈകുന്നേരം വരുമ്പോൾ അതേണ്ട ഓട്ടോയുടെ ശബ്ദം കേട്ട് ഓടി വരും രണ്ട് മക്കളും കൂടെ കേട്ടോ. പണ്ടൊക്കെ ആണെങ്കിൽ തേജും നവനീതും കുഞ്ഞായിരുന്നപ്പോൾ ഇങ്ങനെ ആയിരുന്നേ ഓടി വന്ന് എൻ്റെ കയ്യിൽ കവറൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് എന്നിട്ട് കവറിനകത്ത് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമായിരുന്നു കേട്ടോ. ഇവരും ഇതേ സെയിം തന്നെ സ്വഭാവമാണ്. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. ഇന്ന് ഞാൻ ഇഡലിയുടെ അതായത് നമ്മുടെ കാബേജിൻ്റെ ഇഡലി ചെയ്യുന്നത് കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ രാത്രിയിൽ ഞാൻ 4 നാഴി പച്ചരി കുതിർക്കാൻ ഇട്ടായിരുന്നു. ഇന്ന് രാവിലെ എടുത്ത് അത് കഴുകി വൃത്തിയാക്കി അരയ്ക്കുകയാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഒരു ഫുള്ള് തേങ്ങ, പിന്നെ എരിവിനനുസരിച്ചുള്ള വറ്റൽമുളക്, മഞ്ഞൾപ്പൊടി, കായം ഇത്രയും അരച്ചങ്ങോട്ട് വെക്കുക. എന്നിട്ട് തേങ്ങയൊക്കെ ഞാൻ സെപ്പറേറ്റ് ആണ് അരച്ചത്. അതിൻ്റെ കൂടെ ഇച്ചിരി വാളൻ പുളിയും കൂടെ ചേർത്ത് നല്ലതുപോലെ അരച്ച്. എന്നിട്ട് കാബേജ് ആണെങ്കിൽ നമ്മൾ ആവശ്യത്തിനനുസരിച്ചുള്ള കാബേജ് ഇടാം കേട്ടോ. നല്ല കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് കഴുകി അങ്ങോട്ട് ഈ മാവിൻ്റെ കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇതേണ്ട ഇഡലി തട്ടിൽ നമ്മൾ ഇഡലി വേവിക്കുന്ന പോലെ വേവിക്കാം. തട്ടിനകത്ത് നമ്മൾ എണ്ണ തേക്കാൻ മറക്കരുത്. എണ്ണ തേക്കുമ്പോൾ പെട്ടെന്ന് ഇളകി വരും കേട്ടോ. അപ്പോൾ 2 ഇഡലി പാത്രത്തിൽ നിറച്ച ഒരെണ്ണത്തിൽ ഞാനും നിറച്ച ഒരെണ്ണത്തിൽ നമ്മൾ ഗൗരിക്കുട്ടി നിറച്ച്. അതെല്ലാം കഴിഞ്ഞപ്പോൾ ദേണ്ട പാറുക്കുട്ടി വന്നേ. പാറുക്കുട്ടിയാണ് പിന്നെ ഇഡലി തട്ടിന്ന് ഇഡലിയെല്ലാം കാബേജിൻ്റെ ഇഡലിയെല്ലാം കാസറോളിനകത്തോട്ട് മാറ്റിയത്. ഇതേപോലെ ഇഡലി മാവിനകത്ത് തന്നെ മുരിങ്ങയില ഇട്ട് ദോശ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണ ഉപയോഗിച്ചാണ് ഇത് കഴിക്കേണ്ടത്, അല്ലെങ്കിൽ ദോശപ്പൊടി എണ്ണ ഇട്ട് കലക്കി കഴിക്കാം. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ 2 നാഴി പച്ചരി, അരമുറി തേങ്ങയും എടുത്താൽ മതി കേട്ടോ.